ദാസാ, നീ വന്നാ ചോദിക്കട്ടെ. എന്തോ? നീ കാറിനകത്തൊരു മദാമയം കയറ്റി എങ്ങാണ്ടൊക്കെ വട്ടം കറങ്ങിന്ന് കേട്ടല്ലോ. വട്ടം കറങ്ങിയൊന്നുമില്ല. അവര് കലാമണ്ഡലത്തിലേക്കുള്ള വഴി ചോദിച്ചു, ഞാൻ നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. നീ അവരുടെ ഏത് ഭാഷയിലാണ് സംസാരിച്ചേ? ഇംഗ്ലീഷില്. അപ്പൊ നീ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോടാ ദാസാ. അറിയാൻ വയ്യാത്ത ഭാഷ ആയതുകൊണ്ട് വലിയ കഷ്ടപ്പാടം ഉണ്ടായില്ല. ബാലന്റെ അമ്മ പഠിച്ചിരുന്നത് ഡൽഹിയിലാ. എന്താ അവരുടെ ഇംഗ്ലീഷ്? അവിടെ ബന്ധത്ത് ജനിച്ചു എന്നല്ലാതെ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് എന്താ ഒരു അർഹത? 2ാം ക്ലാസ് പോലും പഠിക്കാത്ത ഒരു നാട്ടിൻപുറത്തുകാരനോടെ കഴിയാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നേരത്തെ അങ്ങ് പോയത്. ബാലൻ 6 വയസ്സുള്ളപ്പോഴാ രേണുവിനെ പ്രസവിച്ചത്. ഇവക്ക് 3-4 വയസ്സായപ്പോഴാ ഞാൻ 4-5 ഇംഗ്ലീഷ് വാക്ക് പറയാൻ തന്നെ പഠിച്ചത്. അല്ല, പ്രസവിക്കാനിപ്പോ ഇംഗ്ലീഷ് പഠിക്കണമെന്നൊന്നുമില്ല. അല്ല, പ്രസവിക്കാൻ ഇംഗ്ലീഷ് പഠിക്കണോണ്ടും കുഴപ്പമില്ല അല്ലേ? അവൻ നല്ലവനാ. നിന്റെ അമ്മയുടെ ചാത്തത്തിന് പേരൂരി എന്നപ്പോഴാ അവൻ ജോലി ചോദിച്ച് എൻ്റെ അടുത്ത് വന്നത്. അനാഥനാന്ന് പറഞ്ഞപ്പോ ഞാനിങ്ങ് കൂട്ടിക്കൊണ്ടു പോകുന്നു. പാവാ. മരിക്കുന്നതിന് മുമ്പ് അവന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയം വരുമ്പോ എല്ലാം നടക്കുമല്ലേ മോളെ? അച്ഛനൊന്ന് കുളിക്കട്ടെ, ഇത്തിരി വെള്ളം ചൂടാക്ക. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ? എന്താ ഇവിടെ? എന്ത് പറയാനാ എന്റെ സാറേ, മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് 101 കുടം വെള്ളത്തിൽ ആ പെങ്കൊച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടെന്നല്ല, എന്താ പറയാ. ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. പത്മനാഭനാണോ ശങ്കരക്കുട്ടിയാണോ? ഏത്? അല്ല, ആനയെ. പത്മനാഭനാണെ 2 പാപ്പാമാരെ വലിച്ചു കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ നിന്നോ, ആന വരും. എന്തേ 101 നിർത്തിക്കളഞ്ഞേ? 1001 ആവായിരുന്നില്ലേ? ചന്നി കയറി ചാവായിരുന്നു. ചുക്ക് കാപ്പിയ, ഇത്തിരി കുടിച്ചോളൂ. പനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. കുടിക്കാനാ പറഞ്ഞേ. ഞാൻ കൊടുത്തോളാം. ഇത് കുടിക്കില്ല കുട്ടിയെ. ഇതിന്റെ തലയിലെടുത്ത് വേറെയാ. എഴുതിയ ദൈവത്തിന് പോലും അതിപ്പോ വായിക്കാൻ ബുദ്ധിമുട്ടാ. അല്ല പിന്നെ അനുഭവിക്കുക എന്നെ ഇല്ലണ്ടപ്പോ എന്താ ചെയ്യാ? സാരമില്ല, ഉറങ്ങിക്കോളൂ. ഓം ഹ്രീം സ്വാഹ, ഓം സ്വാഹ. വരൂ, എന്റെ പ്രാന്തി ഇങ്ങോട്ട് ഞാൻ അവസാനിപ്പിക്കാം. വരൂ, അങ്ങോട്ട് കെട്ടുപണിക്കരെ. എന്നെ ചതിക്കാനാ. ശൈവഭൂതങ്ങളെയും അവരുടെ മരുമക്കളെയും ഞാൻ കെട്ടിയ ഈ ഉറുക്ക് ധൈര്യത്തിൽ കയ്യിൽ കെട്ട്. ഇനി ഒരുത്തന്റെ ചിന്തകളും ഇവളെ ബാധിക്കുകയില്ല. സകല ബാധകളും ഒഴിഞ്ഞു മറഞ്ഞു പോകും. ഓം ഹ്രീം ക്ലീം സ്വാഹ. ഒരു ചെമ്പ് ശുദ്ധമായ ജലം കൊണ്ടുവരൂ. മോള് പേടിക്കണ്ട, ഞാൻ ഇതിൽ ഊറിയത് തിരിച്ചടിക്കണ കാറ്റല്ല, നേരെ അടിക്കണ കാറ്റാണ്. നിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് അവൻ വരും, അവനെ വരുത്താനായിരുന്നു. ഓം കൊണ്ടാ. പേടിക്കണ്ട, ധൈര്യമായിട്ട് കെട്ടിക്കോളൂ. കെട്ടിത്തീരുന്നവരെ കുട്ടി അറിയില്ല. തൊട്ടുഴിയാടാതെ കെട്ടു. തൊട്ടുഴിയാടാതെ കെട്ടാൻ തിരിഞ്ഞു നോക്കരുത്. എവിടെയാ കെട്ടണ്ടേ? തിരിഞ്ഞു നോക്കരുത്. തൊട്ടുഴിയാടാതെ കെട്ടു. എങ്ങനെയായാലും പണിക്കരുടെ ഇത്തവണത്തെ മന്ത്രം ഫലിച്ചു എന്നാ തോന്നുന്നത്. ശാന്തി ശാന്തി ശാന്തി. ചേച്ചി, ഈ പണിക്കരുടെ മന്ത്രം ഫലിക്കുന്നു പറയുന്നത് ശരിയാണോ? പിന്നെ ചത്ത കോഴിയെ വരെ ജീവനോടെ പറപ്പിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നേ. എനിക്ക് തോന്നുന്നു ഇതുവല്ല സൈനൈഡും ആയിരിക്കും. പുലികളുടെ കാര്യത്തിൽ കെട്ടി തൂക്കുന്ന പോലെ. അല്ലടാ, ഇതുവല്ല ബോംബായിരിക്കും. പൊട്ടിത്തെറിക്കുക ചേച്ചി. അങ്ങനെ ഒരു ബോംബും അശ്വതി ചേച്ചിയുടെ ദേഹത്ത് പൊട്ടൂല.
മോൻ പേടിക്കണ്ട കേട്ടോ. അശ്വതി, നിന്റെ ബാലേട്ടന്റെ കത്ത് വന്നു. കത്ത് വന്നോന്ന്. പദ 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 സരി ഗരി ഗ സരി ഗരി ഗരി സദ പദ സരി ഗരി ഗരി സദ പദ നി സരി പദ ന മ പദ ന പദ സരി സരി പദ നി പശ്വതി ദമ പദ മ പദ സരി സരി പാല വിനു, കണ്ണാ, ഗുണ്ടുമണി, പാലേട്ടന്റെ കത്ത് വന്നു. എന്റെ അമ്മേ. വേഗം തുറക്കു ചേച്ചി, എന്താ എഴുതിയിരിക്കുന്നത് നോക്കാലോ. തുറക്കാൻ തോന്നുന്നില്ല. കാത്തിരിക്കണ്ടെന്നോ മറ്റോ എഴുതിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ചേച്ചി പൊട്ടിക്ക്. എന്നാ തുറക്കട്ടെ. എന്ത് വിഡ്ഢിത്തരാ നീ കാണിക്കുന്നത്? ഈ പാവത്തിന് തല്ല നാണമില്ലേ? തല്ലി കൊല്ലും ഞാൻ. എന്നെ പറ്റിക്ക് അവനോട് ആരാ പറഞ്ഞു? കൊല്ലും ഞാൻ. തൊട്ടുപോരുത്. പോടാ.